കേറ്ററ്റ് 3 ഉണ്ടെങ്കിൽ എൽ പി യു പി എഴുതാൻ പറ്റുമോ? 2026 എൻഡോടുകൂടി പ്രതീക്ഷിക്കുന്ന എൽ പി യു പി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കേറ്ററ്റ് 3 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരുപാട് പേര് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും ഒക്കെ ചോദിക്കുന്നുണ്ട്. കാരണം കേറ്ററ്റ് 2 ഇവർ എഴുതിയിട്ടില്ല, കേറ്ററ്റ് 3 ആണ് ഇവരുടെ ഉള്ളത്, അല്ലെങ്കിൽ സെറ്റാണ് ഇവരുടെ ഉള്ളത് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. നേരത്തെ സെറ്റ് ഉണ്ടെങ്കിലും കേറ്ററ്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഇതൊരു വലിയ ചർച്ച വിഷയമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പലപ്പോഴും ഇതേക്കുറിച്ചുള്ള അപ്ഡേഷൻസ് യൂട്യൂബ് ചാനലുകളിലൂടെ നൽകാറുണ്ട്. നിങ്ങളോട് ഒരിക്കൽ കൂടി വ്യക്തത വരുത്താനായിട്ട് പറയുകയാണ്. നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷന് മുൻപായിട്ട്, അതായത് എൽ പി യു പിയുടെ ഇനി വരുന്ന നോട്ടിഫിക്കേഷന് മുൻപായിട്ട് ഈ പറയുന്ന ജൂൺ മാസത്തിൽ 2026 ജൂൺ മാസത്തിൽ അടുത്തൊരു അവസരം കൂടി കേറ്ററ്റിനുണ്ട്. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. കാരണം ഈ പറയുന്ന കേറ്ററ്റ് 3 ഉണ്ടെങ്കിലും എൽ പി യു പി എഴുതാം എന്നുള്ള നിയമത്തിന് എപ്പോൾ വേണമെങ്കിലും മാറ്റം വരാം. നമ്മുടെ ആരുടെയും കയ്യിലല്ല. ചിലപ്പോൾ അങ്ങനെ തന്നെ നിലനിൽക്കാം, ചിലപ്പോൾ മാറ്റം വരാം. കാരണം ഇത് പറയാനുള്ള കാരണം, നമ്മുടെ സുപ്രീം കോടതി വിധി സെപ്റ്റംബർ 1 വന്ന ശേഷം ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇങ്ങനെ കേരള സർക്കാർ ഇങ്ങനെ മാറ്റി ഉദ്യോഗാർത്ഥികളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കഴിഞ്ഞ തവണത്തെ കേറ്ററ്റിന്റെ നോട്ടിഫിക്കേഷനിൽ പോലും ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ഒരു എക്സെപ്ഷൻസ് അല്ലെങ്കിൽ ഈക്വലൻസികളാണ് കാണിച്ചിരിക്കുന്നത്. സീറ്ററ്റ് ഉള്ളവർക്ക് കേറ്ററ്റ് വേണ്ട, നെറ്റ് സെറ്റ് എംഫിൽ PhD MEd ഉള്ളവർക്ക് കേറ്ററ്റ് വേണ്ട, കേറ്ററ്റ് 3 വിജയിച്ചവരെ കേറ്ററ്റ് 2 നിന്ന് ഒഴിവാക്കാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതെല്ലാം പറയുന്നുണ്ട്. ഇതൊക്കെ നിലനിൽക്കുമെന്നുള്ള കാര്യം ഇപ്പോഴും ചോദ്യത്തിനാണ്. വാട്ടവർ എന്ത് റൂൾസ് കേരള ഗവൺമെന്റ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പോൾ വെച്ചാലും ഇതിന്റെ എല്ലാ അവസാനം ഇതിന്റെ താഴെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, കുറിപ്പ്. കണ്ടോ, ഏറ്റവും അവസാനം നിങ്ങൾ വായിച്ചു നോക്കൂ, കുറിപ്പ്. 1/9/2025 തീയതിയിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാണ് മേൽപ്പറഞ്ഞ ഇളവുകൾ. അപ്പൊ ഇതിനിടയ്ക്ക് ആരെന്ത് റൂൾസ് കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങൾ എന്താണോ ആ മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് ആയിരിക്കും ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോവുക. സോ എപ്പോൾ വേണമെങ്കിലും എന്ത് ചേഞ്ച് വേണമെങ്കിലും വരാം. അതുകൊണ്ട് കേറ്ററ്റ് 3 ഉള്ളവർ ഓക്കെ എഴുതാമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ പോലും സേഫ് ആവാൻ കേറ്ററ്റ് 2 എഴുതിയെടുത്ത് നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. അടുത്ത എൽ പിക്ക് മുമ്പ് അല്ലെങ്കിൽ അടുത്ത യു പിക്ക് മുൻപായിട്ട് നിങ്ങൾക്കുള്ള അവസരം എന്ന് പറയുന്നത് റിസൾട്ട് കൂടി വരണം, കേറ്ററ്റിന്റെ റിസൾട്ട് കൂടി വരണം. സോ ജൂണിലെ എക്സാമിന്, ജൂൺ ജൂലൈ സമയത്ത് നടക്കാൻ പോകുന്ന എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. കേറ്ററ്റ് 2 കൂടി എഴുതി വെക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്. നിങ്ങളത് നേടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും പേടിക്കാനില്ലല്ലോ. നിങ്ങളുടെ കഷ്ടകാലത്തിന് അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് സുപ്രീം കോടതിയുടെ ബാക്കി എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വരികയും കേറ്ററ്റ് 2 കേറ്ററ്റ് 2 തന്നെ വേണം, കേറ്ററ്റ് 1 കേറ്ററ്റ് 1 തന്നെ വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടില്ലേ. കാരണം സീറ്ററ്റ് അങ്ങനെയാണ് നിലവിൽ. സെൻട്രൽ ഗവൺമെന്റിന് NCTയുടെ റൂൾ വെച്ചിട്ട് CBSE പറയുന്ന സീറ്ററ്റ് പേപ്പർ 1 ഫോർ ലോവർ പ്രൈമറി ക്ലാസ്സുകളാണ്, സീറ്ററ്റ് പേപ്പർ 2 അപ്പർ പ്രൈമറി ക്ലാസ്സുകൾക്കാണ്, ആ ലെവലിലുള്ള കുട്ടികൾക്കാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. മാറ്റങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് കേറ്ററ്റ് 3 വെച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്നത് സേഫ് അല്ല എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. റൂൾ നിലവിൽ അത് തന്നെയാണ്, പക്ഷേ അത് സേഫ് അല്ല. നിങ്ങൾ മറ്റതുകൂടി എഴുതിയെടുക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. ഈ ചോദ്യം ഇതുപോലത്തെ എന്തെങ്കിലും ഡൗട്ട്സ് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതേക്കുറിച്ചുള്ള അപ്ഡേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.